ഊർമിള ഒരു എന്താ പറയാ ഒരു ഉത്തരവാദിത്വ ബോധമുള്ള ഒരു അമ്മയുടെ ഒരു പദവി ഏറ്റെടുത്തുകൊണ്ട് ചിന്തിക്കുകയാണെങ്കിൽ ഇനി മകളെ എന്റെ ഭാഷയെ ഉത്തരവാദിത്തമുള്ള അമ്മ എന്നെ ഈ പണ്ടേ ഞാൻ എന്ത് ശ്രദ്ധിച്ചേനെ, എന്ത് ശ്രദ്ധിക്കാൻ. തന്നെത്താനെ ഒരു വ്യക്തിത്വം ഉണ്ടായി വരട്ടെ. ഇപ്പൊ കണ്ടില്ലേ ഓരോന്ന് ഗണപതിക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ്, എല്ലാം ഗണപതിക്ക് വിട്ടുകൊടുത്തിരിക്കുക. ഇവിടെ തന്നെ ഗണപതിയാണ് പച്ചകുത്തിയതാ, ഇതാ വരുന്നു. അത് ഞാൻ പെയിന്റ് ചെയ്തതാ. ഒരു വെള്ള ഗണപതിയെ റോഡ് സൈഡിൽ നിന്ന് മേടിച്ചതാ. എന്നിട്ട് ഞാനത് മ്യൂറൽ ഗണപതിയാക്കി മാറ്റി വരച്ച്. എത്ര ഗണപതി ഉണ്ട് എണ്ണാറില്ല. എവിടെ പോകുമ്പോഴും ഒരു സാരി ഒരു ഗണപതി. അങ്ങനെയല്ല, ഗണപതി വ്യത്യാസമായിട്ട് കണ്ടാൽ മാത്രമേ മേടിക്കാറുള്ളൂ. പുതിയ രൂപത്തിലും ഭാവത്തിലും കണ്ടാൽ മാത്രം. ഭക്തിയുടെ ഭാഗമായിട്ടാണ്. ഇനി ഗണപതി വാങ്ങിച്ച ഡൈവോഴ്സ് ചെയ്യുന്ന പറഞ്ഞിട്ടുണ്ട് ഭർത്താവ്. എന്തായാലും ഒരെണ്ണം മേടിക്കോ? ഒരുപാട് നിറഞ്ഞു. അപ്പൊ എന്തായാലും വാങ്ങുമോ? ഇല്ല, എന്തായാലും വാങ്ങില്ല. ഇതാ. നമസ്കാരം ഊർമിള. കുറച്ചു വർഷം മുമ്പ് ഗണപതിയെ പറ്റിയുള്ള ഒരു പുസ്തകത്തിന്റെ തർജ്ജമ ഊർമിള ചെയ്ത് ഓർക്കുന്നുണ്ടായിരിക്കുമല്ലോ. അന്ന് DC ബുക്സിന് ഊർമിള തന്നെ ചെയ്യണമെന്ന് നിർബന്ധമുണ്ടായിരുന്നു. കാരണം ഒട്ടേറെ ഗണപതി ശില്പങ്ങളുടെ ഒരു കളക്ടർ കൂടിയാണ് ഊർമിള. ഒപ്പം ഗണപതിയെപ്പറ്റി ഒട്ടനവധി ചിത്രങ്ങളും വരച്ചിട്ടുണ്ട്. എന്താണ് ഗണപതി എന്ന സങ്കല്പത്തോട് ഇത്രയധികം താല്പര്യം? ആരാ ഈ താല്പര്യം ജനിപ്പിച്ചത്? അത് കുറെ വർഷമായിട്ടുണ്ട്. അതെന്നോ ഈ തുടക്കങ്ങളുടെ തുടക്കക്കാരൻ എന്നാണല്ലോ പറയാ. തുടക്കങ്ങളുടെ തുടക്കക്കാരനായതുകൊണ്ട് ഗണപതിയെ പ്രാർത്ഥിച്ചാൽ കാര്യങ്ങൾ വേഗം സാധിക്കും എന്നാണ് വിശ്വാസം. അപ്പൊ കുറച്ചൊരു എളുപ്പപ്പണിയാണോ കണ്ടുപിടിച്ചത് എന്നൊരു സംശയം. കുട്ടിക്കാലത്ത് എപ്പോഴോ ഗണപതിയോട് പ്രാർത്ഥിച്ചാൽ മതിയല്ലോ, വേഗം കാര്യം നടക്കുമല്ലോ. ബാക്കിയുള്ള കൃഷ്ണനൊക്കെ പരീക്ഷിക്കുന്നൊക്കെയാണ് പറയാ. അപ്പൊ എന്നാ ഇത് വേഗം ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ ഒരു താല്പര്യം തുടങ്ങിയതാണ്. പിന്നെ ഇങ്ങനെ നാമങ്ങൾ പഠിക്കാൻ തുടങ്ങി, കുറേശ്ശെ വിഗ്രഹങ്ങൾ കളക്ട് ചെയ്യാൻ തുടങ്ങി, ചിത്രങ്ങൾ വരയ്ക്കാൻ തുടങ്ങി. പിന്നെ എനിക്ക് മിക്കവാറും ദിവസങ്ങളിൽ സ്വപ്നം കാണും ഗണപതിയെ. മിക്കവാറും കാണും, പല രൂപത്തിലും ഭാവത്തിൽ. അതെങ്ങനെയെങ്കിലും ആയിരിക്കും. ചിലപ്പോ ഒരാളിരുന്ന് ചിത്രം വരയ്ക്കുന്ന ഗണപതിയായിരിക്കും ഞാൻ സ്വപ്നം കാണുക. ചിലപ്പോ വല്ല മരം കൊത്തുന്നത് പോലെയോ അങ്ങനെ എന്തെങ്കിലും ആൽത്തറയിലിരിക്കുന്നത്, അങ്ങനെ പലതരത്തിൽ ഞാൻ സ്വപ്നങ്ങൾ കാണാറുണ്ട്. അത് തന്നെ എപ്പോഴും വിചാരിച്ചോണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും ഉത്തരയൊന്നും ഇങ്ങനെ സ്വപ്നം കണ്ട് വെറുതെ ജീവിതം പാഴാക്കാൻ കാര്യമൊന്നുമല്ല. വലിയ ഭക്തികാരിയൊന്നുമല്ല. അല്ല, പ്രാർത്ഥിക്കാറുണ്ട്, പക്ഷെ അങ്ങനെ ഭയങ്കരമായ ഭക്തി പൂജ ചെയ്യല് അങ്ങനെയൊന്നും. ഗണപതിയാണോ ഇഷ്ടം? ഞാൻ കൂടുതലും കൃഷ്ണ ഭക്തയാണ്. സ്വാഭാവികം അല്ലേ? ഊർമിള ഒരു സമ്പൂർണ്ണ കലാകാരിയാണ്. ഒരു കഷ്ണം തുണി കിട്ടിയാൽ അതിന്റെ മുകളിൽ പല പ്രയോഗം നടത്തും അല്ലേ? സാരിയൊക്കെ സ്വന്തമായിട്ട് ചിത്രകല ചെയ്യാത്ത സാരി ഉപയോഗിക്കാറുണ്ട്? എവിടെയെങ്കിലും ഒരു അരികിൽ എന്തെങ്കിലും പിടിപ്പിക്കും? അങ്ങനെയൊന്നുമില്ല, എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ഞാൻ ഉപയോഗിക്കാം. കലാകാരിയാണ്, അതുകൊണ്ട് ഇങ്ങനെ എല്ലാത്തിലും ഇങ്ങനെ തുന്നി പിടിപ്പിക്കലും വരയ്ക്കലും ഒക്കെ ഉണ്ട്. എനിക്ക് സ്വഭാവങ്ങളുണ്ട്. ഊർമിളയുടെ കലാബോധത്തെക്കുറിച്ചും ധാരണയെക്കുറിച്ചും പറയാൻ പോവുകയാണ്. നമസ്കാരം ചേച്ചി. ഞാൻ 15 വർഷമായിട്ട് പ്രൊഫഷണലായിട്ട് മ്യൂറൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഡ്രസ്സിൽ ഇത് ഇത്രമാത്രം ചെയ്യുന്നതിനെ ഡ്രസ്സിൽ ചെയ്യുന്നതിനെ പറ്റി ഞങ്ങൾ ചിന്തിച്ചിട്ട് പോലും ഇത്രയും കാലമായിട്ട്. കാരണം ഇത് മ്യൂറൽ ഇത് ഡ്രസ്സിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വിജയിക്കും, അല്ലെങ്കിൽ നമുക്ക് മനസ്സിൽ അങ്ങനെ ഒരു ഐഡിയ ഇതുവരെ വന്നിട്ട് പോലുമില്ല. ചേച്ചി ഇത് വിജയിക്കുന്നുള്ള ഒരു സാധ്യത ചേച്ചി നേരത്തെ മനസ്സിൽ കണ്ടു ചെയ്തതാണോ, അതോ എന്താ അങ്ങനെ ഒരു ഐഡിയ വരാൻ കാരണം എന്നൊന്ന് ചേച്ചി ഒന്ന് പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. സുധീഷിനിപ്പോ മനസ്സിലായി കഴിഞ്ഞു കാണുമല്ലോ ഇത്രയും കാലം കൊണ്ട്. എന്റെ കൂടെ സുധീഷ് വരയ്ക്കാൻ തുടങ്ങിയിട്ട് 6-7 കൊല്ലമായിട്ടുണ്ടാവും. ഒരു 7 കൊല്ലത്തിന്റെ ഉള്ളില് എത്രമാത്രം സാരികൾ വിറ്റുപോയിട്ടുണ്ടെന്നുള്ളത്. നല്ല വരുമാന മാർഗമാണോ? അത്രയ്ക്ക് വലിയ വരുമാനമൊന്നും, ലാഭമൊക്കെ. ഞാനത് ഒരു ഇൻകം ടാക്സുകാരോടും പറയാൻ പോകുന്നില്ല. കണക്കെടുത്തിട്ട് വേണം ടാക്സുകാരൊക്കെ വരാൻ നീ വീട്ടിലോട്ട്. പൈസയുടെ കണക്ക് ചോദിക്കും. എന്തായാലും സന്തോഷമുണ്ട് അല്ലേ താങ്കൾക്ക് ആർജിക്കാൻ കഴിഞ്ഞ ഈ കലാരൂപങ്ങളിലൂടെ? നമ്മൾ എന്നെ കണ്ടുപിടിച്ച് ആദ്യം തന്നെ തുടങ്ങി, അതിന്റെയൊക്കെ സന്തോഷമുണ്ടല്ലോ. ഇങ്ങനെയുള്ള ഏകാഗ്രതയായിരിക്കാം ഒരുപക്ഷെ ഊർമിളയെ ഒരുപാട് ബുദ്ധിമുട്ടുകളിൽ നിന്ന് മോചിപ്പിച്ചിർത്തുന്നു. പക്ഷേ വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ ചില ആൾക്കാർ പറയണേ ഊർമിളയെ കാണുന്നതിന് മുമ്പ് തന്നെ ഊർമിള വരുന്നു എന്ന് ഞങ്ങൾക്കറിയാൻ പറ്റും. അസാധ്യ സൗരഭ്യമാണ്. മാലയം മൈക കലാര സൗരഭ്യം മായയിൽ സർവം മയങ്ങി കണ്ണു പോയി. പിന്നെ ഉറക്കെ പാടിക്ക്. എന്റെ കവിതയാണ്. പാടിക്ക്, ഒന്ന് പാടിക്ക്. അയ്യോ, എന്നിട്ട് പറഞ്ഞു മാലയമായി അവിടെ മാലേയമായിക കൽഹാര സൗരഭ്യമായയിൽ സർവം മയങ്ങി
സൗരഭ്യത്തിൽ ഊർമിള മയങ്ങിയിരിക്കുക, മുങ്ങിയിരിക്കുക. നരേന്ദ്രപ്രസാദ് പറയുമായിരുന്നു, ഊർമിള വരുന്നുണ്ടല്ലേ, മണം കിട്ടേ. അങ്ങനെ പറയുമായിരുന്നു. ക്രിസ്ത്യൻ ഡയറും മോബ്ലയൊക്കെ ഇങ്ങനെ. അല്ലല്ല, ഇത് ഞങ്ങളുടെ വീട്ടിൽ തന്നെ അതെനിക്കറിയാം. ആൾക്കാരെ വശീകരിക്കാൻ വേണ്ടിയുള്ള സാധനം. അതിനോട് വശ്യഗന്ധി എന്നാണ് അതിന്റെ പേര്. വശ്യഗന്ധി ഇത്രയും അനുയോജ്യമായിട്ടുള്ളൊരു അത് വളരെ സിനിമയിൽ എല്ലാവർക്കും അറിയാം. വെറുതെ അല്ല, കോളേജിൽ പഠിക്കുമ്പോൾ 18, പിന്നെ 1800. അതെ, ഈ വശ്യഗന്ധിയൊക്കെ ഉപയോഗിച്ചു തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഈ കണക്ക് പെരുകുന്നുള്ള കാര്യം തർക്കമില്ല. അത് കുറച്ച് അതിന് വേണ്ടിയാണോ ഇതൊക്കെ തേച്ച് നടക്കുന്നതെന്ന് തന്നെ എന്റെ സംശയമുണ്ട് എനിക്ക്, എന്നെ കുറിച്ച്. ഞാൻ ചോദിക്കേണ്ട ചോദ്യം ഒരു കുമ്പസാരം പോലെ പറഞ്ഞല്ലോ, അങ്ങോട്ടങ്ങ് പറഞ്ഞല്ലോ. അതെ, ഇതിനാണ് മുൻകൂർ ജാമ്യം. പക്ഷെ ആൾക്കാരെ വശീകരിക്കാൻ പറ്റുന്നുണ്ട് വശ്യഗന്ധി ഉപയോഗിച്ചിട്ട്. അതൊരു രസം, അത്രേ ഉള്ളൂ. പക്ഷെ അതിനാ പേര് വെറുതെ ഒന്നും ഇടില്ല. ഇതൊക്കെ ഈ കാരണവന്മാരൊരു പേരിടണമെങ്കിൽ, പൈതൃകമായ ഒരു പേരൊരുന്നിനും വീഴണമെങ്കിൽ അതിന്റെ അർത്ഥം ഉണ്ടായിരിക്കണം. വശ്യഗന്ധി തന്നെ ആയിരിക്കണം. അതെ, അത് വശ്യഗന്ധി തന്നെയാണ്. നല്ല വാസനയാണ്, ഒരു തൈലം, അത്രേ ഉള്ളൂ, നല്ല മണമാണ്. പക്ഷെ സുരേഷ് ഗോപി കട്ടെടുത്ത് പോയിട്ടുണ്ടോ? അതറിയല്ലേ, സുരേഷ് ഗോപി മാത്രമേ അത് സാധിച്ചിട്ടുള്ളൂ. ഞാൻ അഭിനയിച്ചുകൊണ്ട് നിൽക്കുമ്പോ എപ്പോഴും സ്ഥിരം വേഷം, വയ്യാതെ കിടക്കുകയാണ്, മരിക്കാൻ കിടക്കുന്ന സീനാണ്. മരണമാണല്ലോ എപ്പോഴും മരിക്കാൻ കിടക്കലും ചതഞ്ഞു കിടക്കലും എന്റെ മൂക്കിൽ പഞ്ഞി വെച്ചിട്ട് പഞ്ഞി സ്ഥിരമായിട്ടില്ലെന്നേ ഉള്ളൂ. അതുപോലത്തെ അവസ്ഥയിൽ കിടക്കുന്നു. അപ്പൊ സുരേഷ് ഗോപി എന്റെ ഇടയിൽ കൂടെ ഇത് കട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ചോദിച്ചു, എന്തോ ഈ മണക്കുന്നത്, എന്തോ തേച്ചിരിക്കുന്ന പെർഫ്യൂം. അപ്പൊ ഞാൻ പറഞ്ഞു, ഇത് ഞാനിങ്ങനെ സ്ഥിരം ഉപയോഗിക്കുന്ന ഒരു വശ്യഗന്ധിയാണെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് കുറച്ച് തരും. ഞാൻ പറഞ്ഞു, ഇല്ല തരില്ല, ഞാൻ ആർക്കും കൊടുക്കാറില്ല ഈ വാസന, എനിക്ക് ഇഷ്ടമല്ല അത് വേറെ ആൾക്ക് കൊടുക്കുന്നതെന്ന്. ശരി എന്ന് പറഞ്ഞു. കുറച്ചു നേരം കഴിഞ്ഞപ്പോ ഒരു 5 മിനിറ്റ് കഴിഞ്ഞല്ലേ സുരേഷ് ഗോപി ഇങ്ങോട്ട് തിരിഞ്ഞിട്ട് പോക്കറ്റിൽ നിന്ന് ഇതെടുത്ത് കാണിച്ചു തന്നു, ഈ കുപ്പി. അപ്പൊ ഞാൻ ചോദിച്ചു, ഇതെങ്ങനെ സുരേഷ് വാങ്ങിച്ചതെന്ന് പറഞ്ഞു. പെട്ടെന്ന് മുഖം അങ്ങ് മാറിപ്പോയി കേട്ടോ, എനിക്ക് സങ്കടമായി പോയി. ഇയാളുടെ പോക്കറ്റിൽ എങ്ങനെ കുപ്പി വന്നു? അപ്പൊ ഇയാൾ എന്ത് ചെയ്തു എന്ന് അറിയാമോ? സുരേഷിന്റെ അസിസ്റ്റന്റിനോട് പറഞ്ഞു, ഊർമിളയുടെ അസിസ്റ്റന്റിന്റെ അടുത്ത് പോയി ചോദിക്കൂ, എന്തോ മണമുള്ള സാധനം ചേച്ചി ഉപയോഗിക്കുന്നതല്ലേ, അത് ചേച്ചിക്ക് ഉപയോഗിക്കണം എന്ന് പറഞ്ഞു, ഇപ്പൊ തന്നെ തരാൻ പറയുന്നു. ഇയാള് പോയി ചോദിച്ചു, അത് മേടിച്ച് പുള്ളി പോക്കറ്റിലിട്ടു. ഈ ഒരു വശ്യഗന്ധിക്ക് വേണ്ടിയിട്ട് എന്തൊരു അടിപിടി. ഈ ഒരു വശ്യഗന്ധിക്ക് വേണ്ടിയിട്ട് എന്റെ ഈ പരിപാടിയുടെ പ്രൊഡ്യൂസറായിട്ടുള്ള M. രാജീവ് കുറെ കാര്യം അന്വേഷിച്ച് നടക്കുകയാണ്. ആണോ? അയാൾക്ക് അതിന്റെ ഒരു കുറവൊന്നുമില്ല, പക്ഷെ എങ്കിലും പോലും ഇതൊരു കൊമേഴ്സ്യലായിട്ട് ഇറങ്ങിക്കൂടെ? എന്നാലും ഇല്ല. ഈ പറഞ്ഞ മോറൽ പെയിന്റിങ്സ് ഒക്കെ പോലെ ഒരു ഊർമിള ബ്രാൻഡ് വശ്യഗന്ധി. എന്റെ ജീവിതത്തിൽ വലിയൊരു ആഗ്രഹം, എന്റെ പേരിൽ ഒരു പെർഫ്യൂം ഇറങ്ങണം. അമിതാഭ് ബച്ചനൊക്കെ ഇറക്കുന്നില്ല, അതുപോലെ എന്റെ പേരിൽ ആർക്കെങ്കിലും ഒരു പെർഫ്യൂം ഇറക്കിക്കൂടെ? അല്ലേ? ഊർമിള ഗന്ധി ഇത് മാത്രം മതി, വശ്യെന്ന് വേണ്ട. അണ്ടർസ്റ്റുഡ് ആണല്ലോ. വേറെ എന്തെങ്കിലും പേരിട്ടാലും മതി. പേര് എന്നുവെച്ചാൽ എന്റെ പേര് വേണം. താത്താത്തേന്നോ ഊർമിളന്നോ എന്തെങ്കിലും നമ്മളെ വിളിക്കുന്ന എന്തെങ്കിലും. നല്ല സ്കോപ്പുള്ളതാണ്, നല്ല ഓണ്ടർപ്രണർഷിപ്പ് ഉള്ള മകളാണെങ്കിൽ ഒരുപക്ഷെ ഇത് ഏറ്റെടുക്കണം. ഒരുപക്ഷെ മലയാളത്തിൽ ഇത്രത്തോളം വിവാദം സൃഷ്ടിച്ച മറ്റൊരു നടി ഉണ്ടാവില്ല. ഒരുപാട് വിവാദങ്ങൾക്ക് തുടക്കം കുറിച്ചു. മാങ്ങയുള്ള മാവിലല്ലേ കല്ലെറിയുള്ളൂ, കായ്ബലമുള്ള അല്ലേ? പക്ഷെ കല്ലുകളുടെ എണ്ണം കൂടി, കായ്ബലം കുറവാണോ? കായ്ബലം ഉണ്ടാക്കാം, ഇനി ഉണ്ടാക്കാം, കുറച്ചു കാലം കൂടെ പോട്ടെ. വിവാദങ്ങളെ ഭയമില്ല. ഭയമൊന്നുമില്ല, വന്നു വീഴുന്നതല്ലേ. പക്ഷെ ഇനി കുറച്ചും കൂടി സൂക്ഷിക്കണം തോന്നുന്നു. എല്ലാരും പറയും എന്നോട്, പെൺകുട്ടിയല്ലേ സൂക്ഷിക്കണം, അങ്ങനെ വേണം ഇങ്ങനെ വേണം എന്നൊക്കെ. എനിക്കൊന്നും അങ്ങനെ തോന്നിയിട്ടൊന്നുമില്ല. എന്റെ ഭർത്താവ് എനിക്ക് സപ്പോർട്ട് ചെയ്യുന്നിടത്തോളം കാലം എനിക്ക് ഒന്നിനൊരു പ്രശ്നമല്ല. ഭർത്താവിനും ഇടയ്ക്കൊക്കെ ഒരു അലോസരം ഉണ്ടാവില്ലേ? ഏയ്, പുള്ളിയെല്ലാം നല്ല ജോവിയലായിട്ട് എടുക്കുന്ന ഒരാളാണ്, ഒരു പ്രശ്നമില്ല. ഇങ്ങനൊരു ഭർത്താവിനെ കിട്ടണമെന്നായിരിക്കും ഒരുമാതിരിപ്പെട്ട ആൾക്കാർ ആഗ്രഹിക്കും. ഉത്തര ഇതുപോലെ എല്ലാം സപ്പോർട്ട് ചെയ്യുന്ന ഈ ഊർമിളയെ ഇങ്ങനെ അഴിച്ചുവിടുന്ന രീതിയിലുള്ള സ്വഭാവമുള്ള ഒരു ഭർത്താവിനെ ആണോ? എന്റെ ഭർത്താവ് അങ്ങനത്തെ ഒരാളാണെന്ന് പറ്റില്ല. അതായത് സ്വാതന്ത്ര്യം നിർലോഭം തരുന്ന ഒരു ഭർത്താവ്. അത് പറയുന്നത് വാക്കിന് വ്യത്യാസമുണ്ട്. എന്നാ ശരി, ഞാൻ അഴിച്ചുവിട്ടിരിക്കുന്ന ഊർമിള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഊർമിളയ്ക്ക് സ്വച്ഛന്തമായിട്ട് പ്രവഹിക്കാൻ വേണ്ടിയിട്ട് ഒരു അനർഗള പ്രവാഹം പോലെ ഊർമിളയെ കാണും. അങ്ങനെയാണ് അതിന്റെ അർത്ഥം. ഊർമിള എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടോ, അനർഗളമായി പ്രവഹിക്കുന്നത്. അതെ, ആ ഒരു പ്രവാഹത്തിന് ഒരു തടസ്സവും സൃഷ്ടിക്കാത്ത അത്ര ഒരു ഭർത്താവിനെയാണോ ഉത്തര ആഗ്രഹിക്കുന്നത്? അതെ, എല്ലാവർക്കും ഫ്രീഡം ഇഷ്ടമാണല്ലോ. അപ്പൊ ആരെങ്കിലും കണ്ടുവച്ചോ? ഞാനോ? ഇല്ല, ഞാൻ അന്വേഷിച്ചോണ്ടിരിക്കാന്ന് പറഞ്ഞില്ലേ.
കുറെ സമയം പലരെ അന്വേഷിച്ചുകൊണ്ടിരിക്കാന്നല്ലേ പറഞ്ഞത്? പലരല്ല, ഈ എല്ലാ ക്വാളിറ്റീസും ഉള്ള ഒരാളെ അന്വേഷിച്ചു. ഓ കുതിര, അത് പറഞ്ഞു. വെള്ളക്കുതിര. കുതിരക്ക് ചിലപ്പോ കളർ മാറിയ പ്രശ്നമാവൂല്ലേ? വെള്ള വേണം. എന്തായാലും ഈ കുതിര കുളമ്പടി വിവാദങ്ങളിലേക്ക് ഇനിയും പോകാതെ നോക്കണം എന്നുള്ളൊരു അഭ്യർത്ഥന എനിക്കുണ്ട്. വേറൊന്നും കൊണ്ടല്ല, ഉത്തരയ്ക്ക് വലിയൊരു ഭാവിയുണ്ട്. അമ്മ ഇങ്ങനെയൊക്കെ പറയും, എനിക്ക് പ്രശ്നമല്ല, എനിക്കിതൊക്കെ പുല്ലാണ്. പക്ഷേ സാർ, ഇത്രയൊക്കെ തന്നെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ. നേരത്തെ പറഞ്ഞ മാതിരി ഒരു ഫംഗ്ഷന് വിളിക്കുമ്പോഴോ ഒരു ആഡിന് വിളിക്കുമ്പോഴോ അവിടെ ആരൊക്കെയുണ്ട് ഒന്നും നമുക്കറിയില്ല. ഫോൺ കോൾ വരും. എനിക്ക് ഒരുപക്ഷെ ഡോൺ കൺവിൻസ് ദ കൺവേർട്ടർ എന്ന് പറഞ്ഞ പോലെ ഐ നോ ഇറ്റ്. അതെ, ആരെ പറഞ്ഞ പോലെ മാനസാന്തരപ്പെട്ട ഒരാളെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. ഐ നോ ഇറ്റ് ഓൾറെഡി. അതിനെക്കുറിച്ച് ഞാൻ തർക്കത്തില്ല. ബിക്കോസ് ഉത്തരയുടെ മനസ്സിലുണ്ടായിട്ടുള്ള വികാരങ്ങളെല്ലാം മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ആർജവം എനിക്കുണ്ട്. അതുപോലെ ഊർമിളയ്ക്കും. അതായത് വിവാദങ്ങൾ എന്നുള്ള സംഭവം ഒരുപക്ഷെ നമ്മൾ നനച്ചിരിക്കാത്തപ്പോൾ പൊട്ടിമുളയ്ക്കുന്നതാണ്. അതിന്റേതായ ഗതിയിലേക്ക് പോകാം. എന്തായാലും സംഭവിച്ചൊക്കെ സംഭവിച്ചു. ഊർമിള പറഞ്ഞ പോലെ എല്ലാം നല്ലതിന്, അങ്ങനെയല്ലേ പറയാം അല്ലേ? എല്ലാം നല്ലതിനെന്ന് വിചാരിക്കുക. ഇനി വളരെ ബ്രൈറ്റർ ആയിട്ടുള്ള ഒരുപാട് ഫാസറ്റ്സ് ഉത്തരയുടെ ജീവിതത്തിലുണ്ടാകട്ടെ. കിട്ടാതെ പോയ അസുലഭമായിട്ടുള്ള മുഹൂർത്തങ്ങൾ, അഭിനയ മുഹൂർത്തങ്ങൾ ഊർമിളയുടെ ജീവിതത്തിലുണ്ടാകട്ടെ. ഈ രണ്ട് അഭിനയ മുത്തുകൾ മലയാളികൾക്ക് അഭിമാനം പകരട്ടെ എന്നൊക്കെ ആശംസിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. അവസാനിപ്പിക്കുന്നതിന് മുമ്പ് കുറച്ചും കൂടി പ്രസന്റ് ആകാൻ വേണ്ടിയിട്ട് ഊർമിളയെ, ഉത്തരയെ ഊർജ്ജത്തിന്റെ പുതിയൊരു മേഖലയിലേക്ക് പ്രവേശിപ്പിക്കാൻ ഈ ഒരു അഭിമുഖം സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം ഉത്തരയുടെ ഒരു അടിപൊളി പാട്ടും കൂടെ കേട്ട് നമുക്ക് അവസാനിപ്പിക്കാം. കാറ്റിൽ വരും ഗീതമേ